അപ്പോ വൈദ്യരെ കാണാൻ വന്നിരിക്കുന്നവരല്ലേ എല്ലാവരും? കുറച്ച് കാര്യങ്ങൾ പറയാം. മത്സ്യമാംസാദികൾ ആരെങ്കിലും കഴിക്കുന്നവരുണ്ടെങ്കിൽ, കഴിച്ചിട്ടുണ്ടെങ്കിൽ ദയവേത് പുറത്തുപോയി സോപ്പ് ഇട്ട് കൈ കഴുകിയിട്ട് കയറുക. അതിന് ബുദ്ധിമുട്ടുള്ളോ ദയവേത് പുറത്തേക്ക് പോവുക. പിന്നെ ഫോണ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്യുക. പിന്നെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുക, റീൽ എടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതാണ്. വൈദ്യുതി വരാൻ സമയമായി, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരുടെ ഓർമ്മയിലിരിക്കട്ടെ. ഓക്കെ. നമസ്കാരം. ആദിത്യനെ ആദ്യം നമസ്കരിച്ചാൽ പിന്നെ നമസ്കരിക്കേണ്ടത് അതിഥികളെയാണ്. അപ്പൊ അതിഥികളെ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു ന്യായമുള്ള കാര്യം തന്നെയാണ്. നന്മയുടെ നല്ല പ്രതീകമാണത്. നമസ്കാരം. ആരാണ്? സുഹൃത്താണ്. ഞാൻ പറഞ്ഞിരുന്നില്ല. നിങ്ങളുടെ റിസൾട്ട് ഞാൻ നോക്കി. ഷുഗറൊക്കെ നോർമലാണ്, പ്രഷർ നോർമലാണ്, കൊളസ്ട്രോൾ നോർമലാണ്, മറ്റേ യൂറിൻ ഇൻഫെക്ഷൻ ഒന്നുമില്ല. പിന്നെ എന്താണ് അതിന്റെ ബുദ്ധിമുട്ടെന്ന് അറിയില്ല. എന്തായാലും സമയം ശരിയല്ല. ചത്ത് കിടക്കുക. അയ്യോ പേടിക്കണ്ട, മാറ്റാം. എവിടെയെങ്കിലും നല്ല റിപ്പയറിനെ കൊണ്ട് ശരിയാക്കുക. രാത്രി 8:30 മണിക്ക് നിന്നതാ. എനിക്ക് യാതൊരു അസുഖമില്ല. മനപ്രയാസങ്ങൾ താമസം മരിച്ചു കൊടുക്കുന്നതാ. പിന്നെ മദ്യപാനമാണോ എന്നൊരു പ്രശ്നം. മദ്യപാനമാണ് അതിന്റെ ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അല്ല, മദ്യപാനമുള്ള പ്രശ്നമെങ്കിൽ വൈദ്യുതി മദ്യപിക്കുന്ന സമയം നോക്കി ഞാൻ വരാം. വെളുപ്പിന് 5 മണിക്ക് വന്നാലും വൈദ്യുതി. അല്ല, ആ സമയത്ത് നോക്കിയാൽ ആര് മദ്യപിക്കുന്ന വൈദ്യുതി ആരാന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു വിടുമോ താൻ പറഞ്ഞു വിടുമോ? ഈ കോമ്പൗണ്ടിൽ കയറിപ്പോ തിരിഞ്ഞോ കണ്ടോ ഇപ്പോ മേലാതെ ഇല്ലാത്ത സാധനങ്ങൾ ഇതിനകത്തേക്ക് കയറ്റരുത്. കേട്ടോ? അപ്പോ വൈദ്യര് തയ്യാറായി കഴിഞ്ഞു. പല രീതിയിലുള്ള ചികിത്സകളുണ്ടാവും. വൈദ്യര് ചികിത്സിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ കൂടെ ഒരു ബൈസ്റ്റാൻഡറെ കരുതിക്കൊള്ളുക. അപ്പൊ ആദ്യം വന്നത് ആരാണ്? നാഡി ചികിത്സയുണ്ട്. വന്നോളൂ. നീ പെണ്ണുകളോട് സംസാരിക്കണം, മര്യാദ സംസാരിക്കണം. ഞാൻ മര്യാദ കാണുമല്ലോ. മര്യാദ സംസാരിക്കണം പറഞ്ഞതേ ഉള്ളൂ. മര്യാദക്കാണല്ലോ സംസാരിച്ചത്. വാടി ചികിത്സയുണ്ട്, എടിയപ്പെടുന്നു വിളിക്കേണ്ട കാര്യമൊന്നും. അയ്യോ സഹോദര, വാടി ചികിത്സയുണ്ട് എന്നല്ല, നാഡി ചികിത്സയുണ്ട്. ഈ ഞരമ്പ് കുറിച്ച് ചികിത്സിക്കുന്ന രീതിയെയാണ് പറയുന്നത്. അല്ല, ഇവര് തെറ്റിദ്ധരിക്കുവോ? വന്നോളൂ വന്നോളൂ. വരുന്നില്ലേ? നമസ്കാരം. വന്നോളൂ വന്നോളൂ. നമസ്കാരം. ഇത് വലത് കൈ നീട്ടി പിടിച്ചോളൂ. ഇത് ഇടത് കൈയിലും പിടിച്ചോളൂ. കൈ രണ്ടും ഒന്ന് നീട്ടി വെച്ചോളൂ. കൈക്ക് എന്തെങ്കിലും ഒരു പറമലുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ തേങ്ങയുടെ വില വെച്ച് ഇതൊരു ഭാരമാണോ? ഇതൊരു പുണ്യമല്ലേ? പുണ്യം അവിടെ ഇരിക്കട്ടെ. പുണ്യം തന്നെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. പണ്ടൊക്കെ ഓരോ രോഗികൾ വന്ന് അവരുടെ അസുഖം മാറാവ്യാധികൾ മാറിക്കഴിയുമ്പോൾ അവരെ പൈസയായിട്ട് കൊണ്ടുവരുന്നു, അതായത് കോയിനായിട്ട് കൊണ്ടുവരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ തേങ്ങയായിട്ട് സമർപ്പിച്ചിട്ട് പോവുക. ഇതിനോളം ഇയാളുടെ പേരെന്താ? തുളസി. തുളസി. തുളസി ഒരു വീട്ടിലുള്ളത് നല്ലതാ. തുളസിക്ക് വലം വെക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാ. നന്മ വരാൻ നല്ലതാ. മഹാപ്രസാദജനനി സർവസൗഭാഗ്യവർദ്ധിനി ആദിവാദിയരാമുക്തം തുളസിത്വം നമസ്തുതേ. ഇതാണ് തുളസിയുടെ മൂലമന്ത്രം. എന്താ നക്ഷത്രം? കനകമൂലം, കാമിനി മൂലം. മൂലം നല്ല നക്ഷത്രമാണ്. അസുരകരമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇതൊന്ന് പരിശോധന നടത്തിക്കളയാം. ശ്വാസം ഒന്ന് പിടിച്ചോളൂ. മേലോട്ട് വിട്ടോളൂ. ഭാഗം ഒന്ന് വീണ്ടും പിടിച്ചോളൂ. വിട്ടോളൂ. ബുദ്ധിമുട്ടെന്തെങ്കിലുണ്ടോ? തിരിച്ചോളൂ. ശ്വാസം പിടിച്ചോളൂ. വിട്ടോളൂ. പിടിച്ചോളൂ. വിട്ടോളൂ. വേറെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ലല്ലോ. പിന്നെന്താ വന്നത്? എന്റെ വൈദ്യരെ ഞാൻ ഇന്നലെ വൈദ്യരെ കല്യാണം വയ്ക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന വഴി ഒരു പടം പറ്റിയത്. ഞാനിങ്ങോട്ട് വന്ന വഴി ഒരുത്തം ബൈക്കിൽ വന്നിട്ട് കത്തി വീശിട്ട് എന്നോട് 500 രൂപ ചോദിച്ചിങ്ങനെ.
ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവം അതാണ്. കൈ കാശില്ലെങ്കിൽ അവർ നേരെ ബൈക്കായിട്ട് ഒരു ഹെൽമെറ്റും വെക്കും, എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് കത്തി കാണിക്കും, മുൾമുനയിൽ നിർത്തും. അവൻ കഴുത്തിൽ കിടക്കണ മാല ചോദിക്കും, അതുപോലെ കയ്യിൽ കിടക്കണ വള ചോദിക്കും, കാതി കിടക്കണ കമ്മൽ ചോദിക്കും, വില കൂടിയ മൊബൈൽ ചോദിക്കും, തൊട്ടി കിടക്കണ കാശി ചോദിക്കും. ഞാനും അങ്ങനെ മുൾമുനയിലായി ഇപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു? 500 കൊടുത്തിട്ടാ കത്തി മേടിച്ചു. അത് ശരി, അവൻ കത്തി കൊടുക്കാനായിരുന്നു. ആ അതാവും പോയി കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലായി. കത്തി കാണിച്ച് 500 രൂപ അവൻ പോയി. അപ്പൊ തന്നെ അവനെ കല്യാണം ചെയ്തേ. ആ പോയ കാശ് അവൻ തിരിച്ചുകൊണ്ട് തോന്നിയല്ല. അപ്പൊ തന്നെ ഇവിടെ വരണ്ടേ? ഈ ഇന്നലെ തന്നെ കിട്ടൂലേ? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം? ആ പിന്നെ കത്തിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ, കത്തിലൊക്കെ വീട്ടിൽ. അതാണ് ഇന്ന് ആദ്യത്തെ ഡോക്ടറിനോട്. കത്തിയായിട്ട് വന്നാലും കത്തി ഇന്ത്യയിൽ വന്നാലും ഈ കത്തി കൊടുക്കണേ ഞാൻ ഇത് കേൾക്കണം. എന്നാ കല്യാണം? വരുന്ന മാസം 1 എല്ലാടാ ഹണിമൂൺ കൊണ്ടുപോകുന്നത്. അവൾക്ക് കൊടൈക്കനാലിൽ പോണോന്ന്, അവര് ഊട്ടി പോണോന്ന്. അവിടെയും തർക്കമാണ് വന്നിരിക്കുന്നത്. കൊടൈക്കനാൽ ഊട്ടി. എന്നിട്ട് പേര് ഉറപ്പിച്ചു. കൊടൈക്കനാലിൽ പോണോന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിച്ചു. മോള് തന്നെ നമ്മുടെ മോള് തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തായാലും വന്ന സ്ഥിതിക്ക് സ്റ്റീം ബാത്ത് ചെയ്തിട്ട് അങ്ങോട്ട് പൊക്കോളൂ. അയ്യോ വേണ്ട, ഞാൻ കുളിച്ചതാ. അതുകൊണ്ടല്ല ഒരു സ്റ്റീം ബാത്ത് ഒരു നടന്ന് ഒഴിച്ചു പോകുമ്പോൾ നടത്തിയിട്ട് അങ്ങോട്ട് പൊക്കോളൂ. എന്റെ പൊന്നു വൈദ്യരെ, കല്യാണം കഴിയുമ്പോ മൊത്തം നീരുവീഴ്ച നീർക്കെട്ടും ആകൂല. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരണം. വരണം. അതിപ്പോ തന്നെ ബുക്ക് ചെയ്തിട്ട് പോയിക്കോളൂ. റോസിയുടെ നമ്പർ അങ്ങനെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ വൈദ്യര് കല്യാണം എന്തായാലും നോക്കാം, ശ്രമിക്കാം കേട്ടോ. ഞാൻ വന്നാലും കല്യാണം നടക്കുമല്ലോ. എന്നാ പിന്നെ ആ വഴിക്ക് നടക്കട്ടെ. ശരിയാ. അടുത്തോ മര്യാദ സംസാരിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞു? കർത്താവ് വരാൻ പറഞ്ഞു. അയ്യോ, കർത്താവ് വരാനല്ല പറഞ്ഞത്, അടുത്ത ആള് വരാൻ. ബോഡി ഷേവിംഗ് ആണ് ആദ്യം പറയുന്നത് കേട്ടോ. അപ്പോ ഇരിക്കും. നമസ്കാരം. ആദ്യമായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വരാൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. പേരെന്താ? എൻ്റെ പേര് സദാശിവൻ. എന്താ സദാശിവന്റെ പ്രശ്നം എന്താ? നമ്മുടെ ഈ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഫാമിലി തന്നെ ഒരു ഭയങ്കര ഇതുള്ള മെയ്വഴക്കമുള്ള കുടുംബത്തിലാണ്. അച്ഛൻ ഡിസ്കോ ഡാൻസറാണ്. അമ്മയാണ്. അമ്മയെ പിടിച്ചൊന്നും ധൈര്യമായിട്ട് പറഞ്ഞോളൂ, എനിക്ക് വിശ്വസിക്കാവുന്നേ ഉള്ളൂ. അതല്ല, അമ്മയാണെങ്കിൽ പിന്നെ ഈ സർക്കസിലൊക്കെ പോയിട്ടുള്ളതാണ്. പാരമ്പര്യമായിട്ട് മെയ്വഴക്കമുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ. നിങ്ങൾ കാര്യം യോഗ വല്ലതുണ്ടോ? യോഗയുണ്ട്. യോഗം കൂടുന്നതും യോഗ കാണുന്നതും യോഗ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അതെ, ഞാൻ യോഗ കാണാറുണ്ട്. ക്ഷമ വരും. അതെ. അപ്പം എന്താണ് അസുഖം എന്ന് വെച്ച് പറയാം. നിങ്ങൾ എന്താണ് പ്രയാസം? എന്നാൽ അറിഞ്ഞാലല്ലേ എനിക്ക് ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ. പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും. അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെന്നും ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൈ പൊക്കിയാലും നമുക്ക് അങ്ങനെ പൊങ്ങൂല. ഇത്ര പൊങ്ങുള്ളൂ. കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങനെ നമ്മൾ പൊങ്ങിക്കൊണ്ടിരുന്നു. അത് ഒരാഴ്ച ചെല്ലുന്നതോട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഇത്ര പൊങ്ങും. കൈക്ക് പേശിപിടുത്തമുണ്ട്. അതിന്റെ ഒരു ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നാഡീ ഞരമ്പുകൾക്ക് വീക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മുടെ കഷായവും അതുപോലെ ഉച്ചിലും പിടിച്ചിലും ഒക്കെ വേണ്ടി വരും. ശരിക്കും എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ പിടുത്തം ഉണ്ടാകുന്നത്? നമ്മളിപ്പോ ഞാൻ കാണിച്ചു തരാം. ഡോക്ടറെ വൈദ്യരെ നമ്മള് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പോകാനായിട്ട് എവിടെയും പോകാനായിട്ട് കൈ ഇങ്ങനെ പൊങ്ങത്തില്ലേ, മുകളിലേക്ക് ഇങ്ങനെ നീങ്ങുന്നില്ല. അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഈ ഇടതേകാലം പൊക്കിയാൽ പൊക്കിക്കഴിഞ്ഞാൽ ഇത്രയും പൊങ്ങും. ഈ സാധനം ഇങ്ങനെ വരില്ല. ഈ ജോയിന്റ് ആകുന്നില്ല. ഇടതുകാലം പൊക്കി പൊങ്ങുന്നു. വലതുകാലം പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ വലതുകാലിലേക്ക് വെച്ചാൽ ഇത് ഇത്രയും വരുന്നു. നമുക്ക് ഇതൊന്നും ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നിവർന്നു നിന്നിട്ട് നമ്മളിങ്ങനെ പറ്റുന്നില്ല. കൈ പൊങ്ങുന്നു. വലതുകാലം ഇങ്ങനെ ഇട്ട് മുമ്പിട്ട് പിന്നെ ഇടതുകാലം വന്ന് പിന്നെ ഇങ്ങനെ വെള്ളിലേക്ക് കൈ ഇങ്ങനെ ഈ സാധനം പൊങ്ങുന്നു. എത്ര വയസ്സുണ്ട് ഇപ്പോ? 48 വയസ്സായി. ഈ 48 വയസ്സാകുന്ന സമയത്ത് ഈ വക അഭ്യാസങ്ങൾ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ വക അഭ്യാസങ്ങൾ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മര്യാദ കൂടെ. അപ്പൊ എനിക്ക് ശക്തി ഇടണ്ടേ? ഇങ്ങനെ എടുത്ത് കയറ്റി വലിച്ചതല്ലേ പറ്റണതാ. ഇപ്പൊ തൽക്കാലം ഞാനൊരു മരുന്നിന് എഴുതി തരാം, അത് കഴിക്കും. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പോവാം. അപ്പൊ നമുക്ക് നിക്കറിടാനും പിന്നെ പാൻറ്റിടാനും ഒക്കെ ഉള്ള ഒരു അവസരത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ അതുപോലെ ഇപ്പൊ തൽക്കാലം ഒന്നും ഇടാനാണ് തൽക്കാലം ഓരോ അസുഖങ്ങളും അസുഖത്തിൽ ഓരോരുത്തർക്ക് ഈ പ്രായത്തിൽ ഓരോരുത്തർക്ക് ഉണ്ടാവുന്നു. ഒന്നോളൂ ഇന്നലെ ഞായറാഴ്ചയായിട്ട് വന്നിട്ടുണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരു ദിവസം വന്നില്ലല്ലോ. തന്നെ ഹോളിഡേ എന്ന് പറഞ്ഞ ദിവസം പോയില്ല. അല്ല, ആ ദിവസം വർക്കിംഗ് ഡേ. ഞാനിടക്ക് വരാറുണ്ട്. ഞാനിവിടെ വന്നു പോകുമ്പോൾ തന്നെ CCTV ക്യാമറ കാണാറുണ്ട്. ഞാൻ വിചാരിച്ച പോലെ പുറക്കടിക്കാറുണ്ടാണ്.
ഞാൻ വിവരം പറയാൻ വേണ്ടി വരുന്നതാണ് നിറച്ച ആൾക്കാരായിരിക്കും കോവിഡിന്റെ രോഗികളായി ഇത്തിരി കുറവാ. ഏതായാലും ഇപ്പൊ കാണാൻ പറ്റിയത് നല്ല അസുഖം ഭയങ്കര മനപ്രയാസം, ടെൻഷൻ, ഉറക്കമില്ലായ്മ. വേറൊന്നല്ല. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 40 42 കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രയാസവും ടെൻഷനും നടന്നെങ്കിലും ഒക്കെ ഉണ്ടാകും. ഭയങ്കര മൂത്രമൊഴിക്കുന്നവരൊക്കെ അതില്ല. പക്ഷെ എനിക്ക് വൈഫാണ് പ്രശ്നം. വൈഫിനാണെങ്കിൽ വൈഫിനെ കൊണ്ടുവരണം. അങ്ങനെയല്ല, ഞാനും വൈഫും കൂടി നേരത്തെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വഴക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വഴക്ക്, സിനിമ കാണാൻ പോകുന്ന വഴക്ക്, TV കാണുമ്പോൾ വഴക്ക്, യാത്ര പോകുമ്പോൾ വഴക്ക്, നേരെ കണ്ടുപിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ വഴക്ക്. ഒരു സമാധാനം ഇല്ല. വീട്ടിൽ വൈഫും നിങ്ങൾ മാത്രമല്ല? ഇല്ല, അമ്മയുണ്ട്. അപ്പൊ അച്ഛനില്ല? അച്ഛൻ അറ്റാക്കായിരുന്നു. അച്ഛൻ ഒറ്റയ്ക്കാണ്? ഒറ്റക്കല്ല, അറ്റാക്ക് വന്ന് അച്ഛൻ മരിച്ചു. അപ്പൊ അച്ഛൻ അറ്റാക്ക് വന്നപ്പോ അമ്മ ഒറ്റക്കായി? അമ്മ ഒറ്റക്കായി. അപ്പൊ അമ്മ ഒരു മുറി, നിങ്ങളൊരു മുറി അല്ലേ? അതെ, ഞങ്ങള് അപ്പൊ ഈ നിങ്ങളും വൈഫും തമ്മിലാണ് വഴക്ക്? അതെ, ഇടക്ക് അമ്മയും വൈഫും തമ്മിൽ വഴക്കിടാറുണ്ട്. അപ്പൊ നിങ്ങൾ ആരുടെ സൈഡ്? ഞാൻ അടുക്കളയുടെ സൈഡ് പോയി. അപ്പൊ നിങ്ങളും വൈഫും തമ്മിൽ വഴക്കുമ്പോ അമ്മ എന്ത് ചെയ്യും? അമ്മയാണ് ഈ വഴക്കിന് തിരി കൊടുത്തിട്ട് അമ്മ പോയി കിടന്നു. അങ്ങനെ നിങ്ങളിവിടെ കിടന്ന് കഴിയുന്ന പ്രയോഗത്തിന് ഒരു ടപ്പോൾ ഇപ്പോഴാണ്. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം വൈദ്യുതി പറഞ്ഞാൽ എടോ, ഇതിലൊന്നും ഒരു മാർഗവും ഇല്ല. ഇതിനൊക്കെ മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാതെ ഈ വൈദ്യശാലയിൽ തുറന്നു കഴിഞ്ഞാൽ ആരായിട്ട്